ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു തക്കാളി കൊണ്ടൊരു അച്ചാറാണ്. കടുമാങ്ങായും നാരങ്ങായും മാങ്ങായും ഒക്കെ അല്ലാതെ ഒരു തക്കാളി അച്ചാർ കൂടി ഇരിക്കട്ടെ നമ്മുടെ ഓണത്തിന്. ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു, കടുകിടുന്നു, കരിയാപ്പില ഇടുന്നു, കുറച്ച് വെളുത്തുള്ളി ഇടുന്നു. അതിനെ ഒന്ന് നന്നായി ആ വെളുത്തുള്ളി വെള്ളമൊക്കെ ഒന്ന് പറ്റി നന്നായി ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പം നമുക്ക് അച്ചാറിന് ഉപയോഗിക്കുന്ന സാധനം അങ്ങോട്ട് ഇടാൻ പോവാം. തക്കാളിക്ക നല്ലപോലെ കഴുകി വെള്ളം തുടച്ച് വൃത്തിയായിട്ടെടുത്ത് അത് നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോഴും ഇത്രയും വലിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യണം. കാരണം ഇത് എണ്ണയിലങ്ങ് അലിഞ്ഞ് ചേരത്തില്ലയോ. അപ്പം നല്ലപോലെ കഴുകി അരിയുമ്പോഴും ആ വെള്ളം വരും, ഒരുപാട് വെള്ളം വരും തക്കാളിക്കകത്ത്. നമ്മുടെ മറ്റുള്ള മസാല ഇട്ടെടുക്കുന്ന പോലെ തന്നെ മറ്റുള്ള അച്ചാറുകൾക്ക് മസാല ഇട്ടെടുക്കത്തില്ലയോ, മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, അതുതന്നെ ഇതിൻ്റെ ചേരുവ. പിന്നെ തക്കാളിക്കായക്കകത്ത് ഓരോരുത്തർ ഈ പിഴുപൊളി ഇട്ട് പുളി കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ തക്കാളിക്കായും പിഴുപൊളിയും കൂടെ ചേരുമ്പോൾ ഒരു വല്ലാത്ത ഒരു അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്പൂണ് വിനാഗിരി ഒഴിക്കാമെന്ന് വിചാരിക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. പക്ഷേ തക്കാളിക്ക വേഗം അടുക്കി പിടിക്കുന്ന സാധനമാണ്, അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒന്ന് ആവി കയറ്റി അടച്ച് നമുക്കെടുക്കാം. അത് കഴിഞ്ഞൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ അടപ്പെടുക്കുന്നു. നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. തക്കാളിയും വെളുത്തുള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയെല്ലാം ഒന്നിടാം. മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ്, ഉലുവാപ്പൊടി, കായപ്പൊടി, മുളക് പൊടി. ഇതിനകത്ത് കിടന്ന് വെന്ത് നല്ലപോലെ വഴണ്ട് വരും. ഗ്യാസ് ശ്രദ്ധിക്കണം, സ്ലോയിൽ വെച്ചുകൊണ്ടേ ആകാവൂ. ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ തന്ന് അനുഗ്രഹിക്കണേ കേട്ടോ എല്ലാവരും. അതിനു വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നേ, പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. അങ്ങനെ വേണ്ടേ നമ്മുടെ മസാല എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നു കണ്ടോ. മസാലയെല്ലാം പിടിച്ച് തക്കാളിയെല്ലാം നന്നായിട്ട് വഴണ്ട് എല്ലാം റെഡി മണിയായിരിക്കുക. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, അടിപൊളിയാ സംഭവം. ഞാൻ ഇച്ചിരി ഒന്ന് ഉണ്ടാക്കി നോക്കിയായിരുന്നു ഇങ്ങനെ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവത്തിലാണ് ഇപ്പം ഇത് നിങ്ങളെ കൂടെ നന്നാ ഉണ്ടാക്കി കാണിക്കാം. ഒരു വീഡിയോയും ആവുമല്ലോ എന്ന് വിചാരിച്ച്.